ഖത്തറിൽ വംശഹത്യ നടത്തുന്നത് നിങ്ങൾ കയ്യും കെട്ടി നോക്കി നിന്നാൽ, നിങ്ങൾ കയ്യും കെട്ടി നോക്കി നിർവികാരരായി നിന്നാൽ നാളെ അവർ നിങ്ങളെ തേടിയെത്തും. പറഞ്ഞത് അയത്തുള്ള ഖൊമൈനി. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമൈനി ഗൾഫ് രാജ്യങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത്. അതിപ്പോൾ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു. വേണ്ടിവന്നാൽ ഇനിയും ആക്രമിക്കുമെന്ന് ഇസ്രായേൽ താക്കീതും നൽകിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് നാളെ അറബ് ഉച്ചകോടി നടക്കുന്നത്. അതിനിടയിൽ ഐക്യരാഷ്ട്രസഭയിൽ സ്വതന്ത്ര പാലസ്തീൻ പ്രമേയം പാസാക്കിയതും ശ്രദ്ധേയം. ഇസ്രായേൽ ഒരിക്കലും അനുവദിക്കാത്ത കാര്യം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതും തിരിച്ചടി. 100-ലധികം രാജ്യങ്ങളാണ് സ്വതന്ത്ര പാലസ്തീൻ അംഗീകരിച്ചത്. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്തായാലും നാളെ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇസ്രായേലിന്റെ ശവപ്പെട്ടിയിൽ ആണി തറയ്ക്കലായി മാറും എന്നുള്ളത് ഉറപ്പാണ്. ഇസ്രായേൽ ആകെ മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്. മൊസാദും നെതന്യാഹുവും 2 വഴികളിലേക്ക് പിരിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന് വേണ്ടി ഓപ്പറേഷൻ നടത്തുന്നത്, അന്യ രാജ്യങ്ങളിൽ ഓപ്പറേഷൻ നടത്തുന്നത് മൊസാദായിരുന്നു. കിറുകൃത്യമായിരുന്നു അവരുടെ ഓപ്പറേഷനുകൾ എല്ലാം. കൃത്യമായി ഏത് രാജ്യത്തും പോയി ഓപ്പറേഷൻ നടത്തി മടങ്ങി വരാൻ മൊസാദിന് കഴിവുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ചേർന്നാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഖത്തറിൽ നടത്തിയ ആക്രമണം മൊസാദിന്റെ അറിവില്ലാതെ നടത്തിയ ആക്രമണമാണ്. നേരത്തെ ഖത്തറിൽ ആക്രമണം നടത്തണമെന്ന് നെതന്യാഹു പറഞ്ഞപ്പോൾ, ഖത്തറിൽ ആക്രമണം നടത്തി ഹമാസ് നേതാക്കളെ വധിക്കണമെന്ന് നെതന്യാഹു പറഞ്ഞപ്പോൾ ഖത്തറുമായുള്ള സൗഹൃദ ബന്ധവും ദീർഘകാലത്തെ വ്യാപാര ബന്ധവും പരിഗണിക്കണമെന്നും ഖത്തറിനുള്ളിൽ വെച്ച് അവരെ ആക്രമിക്കരുതെന്നും മൊസാദ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നെതന്യാഹു വലതുപക്ഷ തീവ്രവാദികളുടെ പിന്തുണയോടുകൂടി നേരെ പോയി ഖത്തറിനെ ആക്രമിച്ചത്. അത് ഖത്തറിന് വലിയ മുറിവായി മാറി. നാളെ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇസ്രായേലിനെതിരെ മാത്രമല്ല അമേരിക്കയ്ക്കെതിരെയുള്ള ഉച്ചകോടി കൂടിയായി മാറും. അമേരിക്ക ഇതിന് മൗന അനുവാദം നൽകി എന്നാണ് ഖത്തറും അറബ് രാജ്യങ്ങളും വിശ്വസിക്കുന്നത്. അത് ഏകദേശം ശരിയുമാണ്. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനം എന്തുകൊണ്ട് ഇസ്രായേൽ വിമാനങ്ങൾ വന്നപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്ന ചോദ്യം ബാക്കി. ആക്രമണം നടത്തി ഇസ്രായേൽ സുരക്ഷിതമായി മടങ്ങിപ്പോകുന്നതുവരെ അപായ സൈറൻ ഖത്തറിൽ മുഴങ്ങിയില്ല. ഇതൊക്കെ അമേരിക്കയുടെ കള്ളക്കളി വ്യക്തമാക്കുന്നു. ട്രംപ് ആക്രമണത്തെ അപലപിച്ചുവെങ്കിലും അതിനൊക്കെ അപ്പുറത്ത് അമേരിക്കയുമായി കൂട്ടുചേർന്ന് ചർച്ച ചെയ്ത് നടത്തിയ ഒരാക്രമണമാണ് ഖത്തറിൽ ഉണ്ടായത് എന്നത് വ്യക്തം. നാളെ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഒരു കാര്യം ഉറപ്പാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും നട്ടല് നിവർത്തി നിലനിൽക്കുന്ന ഏകരാജ്യം ഇറാനാണ്. അവർക്ക് അമേരിക്കയും ഇസ്രായേലിനും ഭയമില്ല. ഇറാന് പിന്നിൽ അണിനിരക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാകും. നാളത്തെ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇറാന്റെ പ്രാതിനിധ്യം ഇപ്പോൾ അവർ തിരിച്ചറിയുന്നു. ഇറാൻ മുമ്പേ പറഞ്ഞതാണ് ഇങ്ങനെ അടിമപ്പണി ചെയ്യരുത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടിയെന്ന്. ഇപ്പോൾ അത് അറബ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇറാന്റെ പിന്നിൽ അറബ് രാജ്യങ്ങൾ ഒന്നായി അണിനിരന്നാൽ അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ തിരിച്ചടിയായി മാറും. മാത്രമല്ല, റഷ്യ അറബ് രാജ്യങ്ങളിലെ നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ട്. അറബ് രാജ്യങ്ങളിൽ തങ്ങളുടെ സൈനിക താവളങ്ങൾ കൊണ്ടുവരാൻ റഷ്യ ആഗ്രഹിക്കുന്നു. പഴയ സോവിയറ്റ് യൂണിയൻ പുനർനിർമ്മിക്കാനാണ് പുടിൻ്റെ ശ്രമം. അതുകൊണ്ടാണ് ഉക്രൈന് പിന്നാലെ പോളണ്ടിനെയും പുടിൻ ആക്രമിച്ചത്. മാത്രമല്ല, റഷ്യ ഇപ്പോൾ പോളണ്ട് അതിർത്തിയിൽ വലിയ ഒരു സൈനിക അഭ്യാസം ബെലാറസുമായി ചേർന്ന് നടത്തുന്നുണ്ട്. ഇതൊക്കെ നാറ്റോ രാജ്യങ്ങളുടെ അമേരിക്ക അടക്കമുള്ള നാറ്റോ രാജ്യങ്ങളുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ റഷ്യയുടെ സൈനിക താവളം വന്നാൽ പിന്നെ അവിടെ അമേരിക്കയുടെ ആവശ്യം അവർക്കില്ല. അമേരിക്കയെ ഈസിയായി അവർക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതൊക്കെ അമേരിക്കയെ ആകെ മൊത്തം തകർക്കുന്ന ഘടകങ്ങളാണ്. ട്രംപിന്റെ നടപടി, ട്രംപും നെതന്യാഹുവും ചേർന്നെടുത്ത
തീക്കളിയായി പോയി ഖത്തറിന് നേർക്ക് നടത്തിയ ആക്രമണം. ഖത്തറിലെ നേർക്ക് നടത്തിയ ആക്രമണത്തിൽ ഖത്തറിലെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് അവർ ഗൗരവപൂർവ്വം കാണുന്നു. മാത്രമല്ല, സൗദി അറേബ്യ, UAE അടക്കമുള്ള അറബ് രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷിതത്വത്തെ ഓർത്ത് ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. നാളെ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി വെറുതെ ഒരു പ്രസ്താവന ഇറക്കിയോ വെറുതെ ഒരു മുന്നറിയിപ്പ് നൽകിയോ അവസാനിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. മറിച്ച് കൃത്യമായി അവർ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കും. അത്ര ഗുരുതരമായിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങളുടെ സ്ഥിതിവിശേഷം. അവർക്ക് നിലനിൽപ്പ് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം ഏത് നിമിഷവും തങ്ങളുടെ രാജ്യത്തും കടന്നു കയറാം എന്ന ഭയം അവർക്കുണ്ട്. ഹമാസിന്റെ നേതാക്കൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉടനീളമുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ആ നേതാക്കളെ അതാത് രാജ്യങ്ങളിൽ പോയി വധിക്കാൻ ഇസ്രായേൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇപ്പോൾ അവർ ഇറാന്റെ ശക്തി, ഇറാന്റെ കരുത്ത്, ഇറാൻ പറഞ്ഞ വാക്കുകൾ എല്ലാം തിരിച്ചറിയുന്നു. ഇറാൻ മുമ്പേ പറഞ്ഞിരുന്നു അമേരിക്കയും ഇസ്രായേലും നിങ്ങളെ ചതിക്കുമെന്ന്. ഹമാസിൽ നടക്കുന്ന വംശഹത്യ കൈയും കെട്ടി നോക്കി നിന്നാൽ പിന്നീട് അത് നിങ്ങളുടെ നേർക്ക് വരുമെന്ന്, അപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ ആരും കാണില്ലെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ആ വാക്കുകൾ ഇപ്പോൾ സത്യമായി മാറി. ഖൊമൈനിക്ക് പിന്നിൽ അണിനിരക്കാൻ നാളത്തെ ഉച്ചകോടിയിൽ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ തീരുമാനിക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറാൻ, ചൈന, റഷ്യ ശാക്തിക ചേരിക്ക് പിന്നിൽ അറബ് രാജ്യങ്ങൾ എത്തും. അമേരിക്കയ്ക്ക് സാമ്പത്തികമായി വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. കാരണം സൗദി അറേബ്യയിലെയും ഖത്തറിലെയും UAE-ലെയും ഒക്കെ എണ്ണ കൊണ്ടാണ് അമേരിക്ക സമ്പന്നരായി വിലസി നടക്കുന്നത്. ആ എണ്ണ നിന്നു കഴിഞ്ഞാൽ വലിയ തിരിച്ചടിയായി മാറും. ഗസ പിടിച്ചെടുക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നതും അമേരിക്ക ആഗ്രഹിക്കുന്നതും ഒക്കെ അവിടുത്തെ പ്രകൃതിവാതക സമ്പത്ത് കണ്ടാണ്. അല്ലാതെ ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേലിന് പ്രത്യേക താല്പര്യമൊന്നുമില്ല. ബന്ദികൾ അവിടെ കിടക്കട്ടെ, ഗസ പരമാവധി ഇടിച്ചു നിരത്തുക, ഗസ പിടിച്ചെടുത്ത് അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കുക. ഇതാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അവരുള്ള കെട്ടിടം അത്രയും ഇടിച്ചു നിരത്തുന്നതും സാധാരണക്കാരെ കൊല്ലുന്നതും. സഹികെട്ട് അവിടുത്തെ സാധാരണക്കാർ ഗസ സിറ്റി ഉപേക്ഷിച്ച് പോവുക, ഖാൻ യൂണിസിലേക്കോ തെക്കൻ ഗസയിലേക്കോ മടങ്ങുക, ഗസ സിറ്റി ഒരു പഞ്ചനക്ഷത്ര സിറ്റിയാക്കി മാറ്റുക. ഇതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം. ബന്ദികളൊക്കെ അവിടെ കിടക്കും. ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ ആക്രമണം 2 വർഷത്തിലേറെയായി തുടരുന്നു. ഇതുവരെയ്ക്കും ബന്ദികളെ മോചിപ്പിച്ചിട്ടില്ല ഇസ്രായേൽ. മാത്രമല്ല, ഹമാസിന് ഇക്കാര്യം അറിയുകയും ചെയ്യാം. ഇസ്രായേൽ ബന്ദികൾക്ക് വേണ്ടിയല്ല ഈ യുദ്ധം നടത്തുന്നത്. അമേരിക്കയുടെ അനുസരണം ഗസയെ ഒരു സുന്ദര നഗരമാക്കി, ഒരു ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റാനാണ് ഈ യുദ്ധം ഇസ്രായേൽ നടത്തുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹമാസ് ശക്തമായ പ്രതിരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ നാളെ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി നിർണായകമാണ്. അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഇറാന്റെ പിന്നിൽ അണിനിരക്കാൻ തീരുമാനിച്ചാൽ അത് വലിയൊരു തിരിച്ചടിയായി മാറും അമേരിക്കയ്ക്ക്. കാരണം പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെ അടിച്ചൊതുക്കാൻ കെൽപ്പുള്ള ഏക രാജ്യം ഇറാനാണ്. അമേരിക്കയ്ക്ക് മുന്നിൽ കട്ടയ്ക്ക് നിന്ന് പോരടിക്കാൻ തയ്യാറുള്ള ഏക രാജ്യം ഇറാനാണ്. ആ ഇറാന് പിന്നിൽ അണിനിരക്കാൻ നാളത്തെ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ തീരുമാനമുണ്ടാകും എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട്.